നമ്മളൊരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ജൂറിസ്ഡിക്ഷൻ എവിടെയായിരിക്കും? ഹിന്ദുസിന് ജൂറിസ്ഡിക്ഷൻ മാറ്റമുണ്ട്, ക്രിസ്ത്യൻസിനുണ്ട്, സ്പെഷ്യൽ മാരേജ് ഉണ്ട്, മുസ്ലിംസിനുണ്ട്. അതിൽ ഹിന്ദുസ് എന്ന് പറയുമ്പോൾ അവർക്ക് മാരേജ് സോളംനൈസ് ചെയ്ത്, അതായത് എവിടെയാണോ മാരേജ് കഴിഞ്ഞത്, ഇവിടെ വെച്ചിട്ടാണോ മാരേജ് നടന്നത്, അവിടെ ആ ഡിസ്ട്രിക്റ്റ് ഒരു ജൂറിസ്ഡിക്ഷനാണ്. പിന്നെ ലാസ്റ്റ് ഇവർ ഒന്നിച്ച് താമസിച്ച് സെപ്പറേറ്റ് ചെയ്ത സ്ഥലം, അതൊരു ജൂറിസ്ഡിക്ഷൻ വരും. പിന്നെ ഹിന്ദു ലേഡി എവിടെയാണോ അറ്റ് പ്രസൻറ്റ് റിസൈഡ് ചെയ്യുന്നത്, അതും ഹിന്ദുസിനൊരു ജൂറിസ്ഡിക്ഷനാണ്. ഇത് മൂന്നുമാണ് ഹിന്ദുസിൻ്റെ ഇതിൽ വരുന്നത്. ക്രിസ്ത്യൻസിൻ്റെ ഇതിൽ വരുമ്പോൾ എവിടെയാണ് മാരേജ് സോളംനൈസ് ചെയ്തതും ലാസ്റ്റ് റിസൈഡഡ് ടുഗദറും എവിടെയാണെന്നുള്ളതാണ് ക്രിസ്ത്യൻസിന് വരുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് വരുമ്പോൾ എവിടെയാണോ മാരേജ്, ഏത് രജിസ്റ്റർ ഓഫീസാണോ മാരേജ് സോളംനൈസ് ചെയ്തത്, പെറ്റീഷണർ വൈഫ് എവിടെ താമസിക്കുന്നു, ദെൻ ലാസ്റ്റ് സെപ്പറേറ്റഡ്, പിന്നെ അതുകൂടാതെ റെസ്പോണ്ടന്റ് ഹസ്ബൻഡ് എവിടെ താമസിക്കുന്നു എന്നും കൂടെ ഒരു ജൂറിസ്ഡിക്ഷൻ അതിനകത്ത് വരുന്നുണ്ട്. മുസ്ലിംസിൻ്റെ ഇതിനകത്ത് വരുമ്പം അവിടെ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ ജൂറിസ്ഡിക്ഷൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സിവിൽ നടപടികൾ എങ്ങനെയാണോ നടക്കുന്നത്, സിവിൽ കോഡിൽ, അതായത് ഇപ്പം എവിടെ വെച്ചിട്ടാണ് മാരേജ് നടന്നത്, എവിടെ വെച്ചിട്ടാണ് ഡിവോഴ്സ്, എവിടെ താമസിക്കുന്നു, ഇതവർക്ക് ജൂറിസ്ഡിക്ഷനാണ്. തലാക്ക്, ഖുലായൊക്കെ ഇവിടെ വെച്ചിട്ടാണ്, കല്യാണം കഴിഞ്ഞ സ്ഥലത്തല്ല വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് അവർ ഡിക്ലെയർ ചെയ്യണമെങ്കിലും അതും ഒരു ജൂറിസ്ഡിക്ഷനാണ് അവർക്ക്.